ശ്രീകാന്ത്. ഹലോ. Hey Shafeel, where are you? Hello, lost you. ശ്രീകാന്താണ് വിളിച്ചത്. ശ്രീകാന്ത്, ഞാൻ എവിടെ ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാനുള്ളത് ബീച്ചിലാണ്. അപ്പം ഞാൻ ശ്രീകാന്തിനോട് എന്താണ് പറയേണ്ടത്? ഐ ആം ഇൻ ദ ബീച്ച് എന്നാണോ, ഐ ആം അറ്റ് ദ ബീച്ച് എന്നാണോ, ഐ ആം ഓൺ ദ ബീച്ച്, ഇതിലേതാ പറയേണ്ടത്? നിങ്ങളാണെങ്കിൽ എന്താ പറയുക? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യെസ്, ഐ ആം അറ്റ് ദ ബീച്ച് അല്ലേ? അല്ല, അത് തെറ്റാണ്. ഐ ആം അറ്റ് ദ ബീച്ച് എന്ന് പറയില്ല, ഐ ആം ഓൺ ദ ബീച്ച് എന്ന് പറയുന്നത്. കാരണം ഞാൻ എക്സാക്ട് ബീച്ചിലാണ്. ഇവിടെ വെള്ളം സാൻഡെല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ശരിക്കും നിൽക്കുന്നത് ബീച്ചിലാണ്. ആ സമയത്ത് ഐ ആം ഓൺ ദ ബീച്ച് എന്നാണ് പറയുന്നത്. ഓക്കെ. പിന്നെ ഐ ആം അറ്റ് ദ ബീച്ച് എന്ന് പറയാം. അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയാം. ഇപ്പോൾ നിങ്ങൾ ബീച്ചിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചിൽ തന്നെയുള്ള ഏതെങ്കിലും കടകളിലോ അല്ലെങ്കിൽ ഫുഡ് കോർട്ടിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പറയാം ഐ ആം അറ്റ് ദ ബീച്ച് എന്ന് പറയാം. ഐ ആം ഇൻ ദ ബീച്ച് ഒരിക്കലും പറയില്ല. ഓക്കെ, പലരും ഐ ആം ഇൻ ദ ബീച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട, അത് ശരിയല്ല. ഓക്കെ. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ വാട്സാപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നിങ്ങളുടെ ഫ്രീ സമയങ്ങളിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ അറിയാൻ മുകളിൽ ബയോയിൽ ഞങ്ങളുടെ വാട്സാപ്പ് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം, അഡ്മിഷൻ എടുക്കാം. താങ്ക് യു. ശ്രീകാന്ത്, ഐ ആം ഓൺ ദ ബീച്ച്. Hurry up, dude. We gotta go pick Dia. Okay. English House. English at your fingertips.